വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ലക്ഷദ്വീപ് തീരത്തിന് സമീപത്തെ വൻ ലഹരിമരുന്ന് വേട്ടയിൽ 2 ബോട്ടുടമകൾ കസ്റ്റഡിയിൽ. നാഗർകോവിൽ കന്യാകുമാരി മേഖലകളിൽ DRI റെയ്ഡ് നടത്തി. ലഹരിമരുന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തിച്ചാണെന്നാണ് പ്രാഥമിക നിഗമനം. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ലഹരിമരുന്നിന്റെ വരവ് എവിടെ നിന്നാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞു. ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്ക്, അതിർത്തി പ്രദേശങ്ങളിലേക്ക് വന്നു എന്ന കാര്യത്തിൽ ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യാപകമായ റെയ്ഡും അന്വേഷണവും പുരോഗമിക്കുകയാണോ? രഞ്ജിത്ത്, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാജ്യത്തിന്റെ തീരമേഖലകൾ വഴി രാജ്യത്തേക്ക് മയക്കുമരുന്ന് വൻതോതിൽ കടത്തുന്നതായി DRIക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ കണ്ണില തുറമുഖത്തിൽ അടക്കം പരിശോധന നടത്തുകയും വലിയ തോതിലുള്ള ഹെറോയിൻ വേട്ട നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ലക്ഷദ്വീപ് തീരത്ത് അഗത്തി ദ്വീപിനോട് ചേർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ 218 കിലോഗ്രാം ഹെറോയിൻ കണ്ടെത്തിയത്. 1 കിലോഗ്രാം വീതമുള്ള 218 പാക്കറ്റുകളിലേക്കൊക്കെയാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുമാണ് ഈ ഹെറോയിൻ എത്തിച്ചതെന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് എത്തുന്നത്. തൊഴിലാളികളെ ചോദ്യം ചെയ്തെങ്കിലും അവരിൽ നിന്നും കൃത്യമായൊരു വിവരം സംബന്ധിച്ച് ലഭിച്ചില്ല. ആഴക്കടലിൽ വെച്ച് തങ്ങളുടെ ബോട്ടിൽ ഈ പാക്കറ്റുകൾ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. 20ഓളം പേരാണ് ഇതിനകം കസ്റ്റഡിയിലായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നതിനിടെയാണ് തമിഴ്നാട് കന്യാകുമാരിയിൽ നിന്നും ഈ ബോട്ടിന്റെ ഉടമകളായ 2 പേരെ DRI കസ്റ്റഡിയിലെത്തിക്കുന്നത്. ഇവരെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്തായാലും വലിയ തോതിലാണ് ഈ മയക്കുമരുന്ന് ശേഖരം ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ആഴക്കടലിൽ വെച്ച് കഴിഞ്ഞ ദിവസം പിടിച്ച ഈ മയക്കുമരുന്ന് എത്തിയിരുന്ന തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലേക്കാണ് എന്നാണ് DRIക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ എത്തിക്കാനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരുന്നതെന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇവ എത്തിച്ചിരുന്നത്. എന്തായാലും ഇതിന്റെ ഉറവിടം, സ്രോതസ്, ഏതു മാർഗത്തിലാണ് എത്തിച്ചിരുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായ അന്വേഷണം, ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലാവാനുള്ള സാഹചര്യവും ഉണ്ട്. രഞ്ജിത്ത്, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രചാരണ ആവേശത്തിൽ തൃക്കാക്കര. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന 10 ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്ന് UDF സ്ഥാനാർത്ഥി ഉമാ തോമസ്. സർക്കാർ മുഴുവൻ സംവിധാനവുമായി കളത്തിലുണ്ടെങ്കിലും സമ്മർദ്ദമില്ലെന്നും ഉമാ തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. പാലാരിവട്ടത്തെ ക്ഷേത്ര സന്ദർശനത്തിലൂടെയാണ് ഇന്ന് UDF സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി തന്നെ നമ്മോടൊപ്പമുണ്ട്. ഇനി കൃത്യം 10 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. തെരഞ്ഞെടുപ്പ് പര്യടനവും മറ്റു പ്രചരണങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു. എങ്ങനെയുണ്ട്? വളരെ നല്ല ശുഭാപ്തി വിശ്വാസമാണ്. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്ന അതേ രീതിയിൽ തന്നെയാണ് എനിക്കിപ്പോഴും. എന്നു വെച്ചാൽ 100% വിജയിക്കാൻ സാധിക്കും എന്നുള്ള മണ്ഡലം തന്നെയാണ്. PTയെ സ്നേഹിച്ച ജനങ്ങൾ, തൃക്കാക്കരക്കാർ വളരെ പ്രബുദ്ധരാണ്. അവർ കൃത്യമായിട്ട് വിധി എഴുതും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ്. എല്ലാ സർക്കാർ സന്നാഹങ്ങളുമുണ്ട്, നേതാക്കന്മാരുണ്ട്, നിങ്ങളുടെ നേതാക്കന്മാരുണ്ട്, എല്ലാവരും പൊരുതുന്ന ഒരു മണ്ഡലം. അതിന്റെ ഒരു സമ്മർദ്ദമുണ്ടോ ഈ മൊത്തത്തിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഇടം എന്ന രീതിയിലേക്ക്? അത് സ്വാഭാവികമാണല്ലോ. ഉപതെരഞ്ഞെടുപ്പ് എല്ലായിടത്തും ഇല്ലല്ലോ. ഇത് ആകസ്മികമായി ഉണ്ടായ ഒരു കാരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടാവുമ്പോൾ എല്ലാവരും വരും. എല്ലാവരും തന്നെ അവരവരുടെ ഒരു പരമാവധി ശ്രമങ്ങൾ നടത്തും, ഒക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ തൃക്കാക്കരക്കാർ വളരെ പ്രബുദ്ധരാണ്. ഞങ്ങൾ അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വിജയം ഉറപ്പാണ്. ഇന്നലെ സർക്കാരിന്റെ 1ാം വാർഷികമായിരുന്നു. വാർഷികാഘോഷ പരിപാടികൾ നടന്നു. അതിനെതിരായ പ്രതിഷേധം UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അത്തരത്തിലൊരു ജനഹിത പരിശോധനയായി കൂടെ മാറുന്നില്ല ഈ മത്സരം, ഈ സർക്കാരിന്റെ ഒരു വർഷം പിന്നിടുമ്പോൾ? ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്ത് വികസനം ഉണ്ടാവണ്ടേ. അപ്പം അതെല്ലാം അങ്ങനെ ആ വഴിക്ക് പോകട്ടെ. ഞാനിപ്പം സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എല്ലാവരോടും വോട്ട് ചോദിക്കാനും കൂടുതൽ പേരെ കാണാനും ഉള്ള ശ്രമത്തിലാണ്. തീർച്ചയായിട്ടും എനിക്ക് വിജയിക്കാൻ പറ്റുമെന്നറിയാം. ഞാൻ ആ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് പിടിച്ച മറ്റൊരു പ്രചാരണ ദിനത്തിലേക്ക് കൂടിയാണ് സ്ഥാനാർത്ഥി നീങ്ങുന്നത്. കൃത്യമായ വിജയപ്രതീക്ഷ, കേരളം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൽ വിജയം നേടാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉമാ തോമസ് പങ്കുവയ്ക്കുന്നത്. തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് പാലാരിവട്ടം ഹരിഹര സുധക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി.
തൃക്കാക്കര വോട്ടെടുപ്പിന് അവസാന ആഴ്ചയോടടുക്കുമ്പോൾ പ്രചാരണം കൂടുതൽ ശക്തമാക്കിയാണ് മൂന്ന് മുന്നണികളും. ദിവസങ്ങളായി പെയ്തിരുന്ന മഴ കുറഞ്ഞതും സ്ഥാനാർത്ഥികൾക്ക് സഹായകരമായി. ജനക്ഷേമ സഖ്യത്തിന്റെ നിലപാട് നാളെ പ്രഖ്യാപിക്കാനിരിക്കെ പ്രതീക്ഷയോടെയാണ് സ്ഥാനാർത്ഥികൾ. തൃക്കാക്കരയിലെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. മഴ കുറഞ്ഞതോടെ പ്രചാരണവും കൂടുതൽ സജീവമായി. അണികളും ആവേശത്തിലാണ്. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച UDF-നായിരുന്നു പ്രചാരണത്തിൽ മേൽക്കൈ. പ്രചാരണത്തിൽ ഏറെ മുന്നിലെത്താനായെന്നാണ് LDF-ന്റെയും NDA-യുടെയും അവകാശവാദം. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ജനക്ഷേമ സഖ്യം ഞായറാഴ്ച നിലപാട് വ്യക്തമാക്കും. ഈ നിലപാട് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ജനക്ഷേമ സഖ്യത്തിന്റെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മൂന്ന് മുന്നണികളും. ന്യൂസ് 18 കൊച്ചി. തൃക്കാക്കരയിൽ UDF-ന് പരാജയഭീതിയെന്ന് മന്ത്രി P. രാജീവ്. മതത്തെ വലിച്ചിഴയ്ക്കാൻ ബോധപൂർവ്വ ശ്രമം നടക്കുന്നു. വികസനത്തെപ്പറ്റി പറയാതെ പണവും പൈനാപ്പിളും നൽകി UDF വോട്ട് നേടാൻ ശ്രമിക്കുന്നുവെന്നും P. രാജീവ് കുറ്റപ്പെടുത്തി. മന്ത്രിമാരൊക്കെ കൃത്യമായി മതം തിരിച്ച് ഓരോ ആളുകളെ തിരഞ്ഞെടുത്താണ് പ്രവേശിക്കുന്നത്, വീടുകളിൽ പ്രവേശിക്കുന്നതെന്നാണ് എല്ലാ UDF നേതാക്കളും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം വല്ലാതെ ഭയന്നിരിക്കുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ മതത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന് ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയമാണ് തുടക്കം മുതൽ പറയുന്നത്. വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു. 4 വർഷം തൃക്കാക്കര പാഴാക്കരുത് എന്ന് ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞു വരുന്നുണ്ട്. നല്ല കർമ്മശേഷിയുള്ള യുവാവായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സ്ഥാനാർത്ഥി കൂടി വന്നിരിക്കുന്നു. ഇതെല്ലാം വന്നതോടുകൂടി UDF വല്ലാതെ ഭയത്തിലാണ്. അവർ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകുമില്ല, രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ തയ്യാറാകുമില്ല. പകരം അവർ ഇതേപോലെയുള്ള വിവാദം ഒരു ദിവസം ഒന്നിറക്കുന്നു, അത് പിറ്റേ ദിവസം തന്നെ അതിൻ്റെ ആയുസ് അവസാനിക്കുന്നു, അടുത്ത ഒന്നിലേക്ക് വരുന്നു. അപ്പോൾ ബോധപൂർവം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വേറൊരു ബസ് പണം കൊടുത്ത് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പണവും പൈനാപ്പിളുമൊക്കെ വാങ്ങി വോട്ട് ചെയ്യുന്നവരല്ല തൃക്കാക്കരയിലെ ജനങ്ങൾ. അതോടൊപ്പം തന്നെ ഇത്തരം വിവാദങ്ങൾ കേട്ട് ഇതാണ് എന്ന് കരുതുന്നവരുമല്ല തൃക്കാക്കരയിലെ ജനങ്ങൾ. അവർ കൃത്യമായൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഗവൺമെൻറ് 1 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. മികച്ച രീതിയിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. നല്ല മാറ്റം നമ്മുടെ നാട്ടിൽ പ്രതിഫലിച്ചു തുടങ്ങുന്നു. അപ്പോൾ അത് തൃക്കാക്കരയിൽ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭരണത്തിനൊപ്പം നിൽക്കുന്ന ഒരു MLA ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാതെ ഇതിനെല്ലാം എതിർക്കുന്നതിനും വോക്കൗട്ട് നടത്തുന്നതിനും വേണ്ടി ഒരാളെ തിരഞ്ഞെടുത്ത് അയക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ അങ്ങേയറ്റം തെറ്റായ സംഗതി ആയിരിക്കുമെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പാഴാക്കാതിരിക്കാൻ വേണ്ടി ഈ വികസനത്തോടൊപ്പം നിൽക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഡോക്ടർ ജോ ജോസഫിന് വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ മന്ത്രിമാർക്കൊന്നും വേറെ ജോലിയില്ല. തിരുവനന്തപുരത്ത് എന്നും ഓരോ വീടുകൾ കയറി ഇറങ്ങി നടക്കുന്നു. എന്താണ് ഇത്തരം അധികാര ദുർവിനിയോഗത്തിലേക്കാണ് നയിക്കുന്ന ഘടകമാണ് പ്രതിപക്ഷം അത് ഇന്നും പറഞ്ഞിരിക്കുന്നത്. മന്ത്രിമാരെല്ലാം അവരുടെ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് UDF-ന്റെ കാലഘട്ടത്തിൽ നടന്നിരുന്നല്ലോ. അന്ന് അവിടെ നടന്നത് എന്തെല്ലാമാണ് നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഇവിടെ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് കൂടിയാണ്. എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ജനങ്ങളുമായി സംസാരിക്കുന്നു. എല്ലാവരും വലിയ പ്രതീക്ഷയോടു കൂടിയാണ്. അപ്പോൾ നോക്കൂ, മാധ്യമങ്ങളിൽ തന്നെ വരുന്ന യുവാക്കളുടെ ചെറുപ്പത്തിൻ്റെ അഭിപ്രായം കേൾക്കുമില്ലേ? കേരളയിൽ വേണം, ഞങ്ങൾ എളുപ്പത്തിൽ പോകേണ്ടതുണ്ട്. കേരളയിലും അതുപോലെ വാട്ടർ മെട്രോയും ഒരേ സ്ഥലത്തിലേക്ക് എത്തുന്നത് ഏറെ സന്തോഷകരമാണ്. അങ്ങനെ കേരളം മാറണം. ലോകത്തിന് മുൻപിൽ എല്ലായിടത്തും അതിവേഗ ട്രെയിനുകൾ വരുമ്പോൾ ഒരു അർദ്ധവേഗം പോലും വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നത് പ്രാകൃതമാണ് എന്ന് ഞങ്ങളല്ലല്ലോ, ചെറുപ്പം പറയുകയല്ലേ. അപ്പോൾ ഇവർ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കുറേ കൂടി ശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പകർന്നു നൽകുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ KV തോമസ് മാഷിന് ആദ്യം കൺവെൻഷനിൽ വന്നു, അദ്ദേഹം പിന്നീട് ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ പ്രചാരണ വേദികളിൽ എവിടെ KV തോമസ് എന്ന ചോദ്യമാണ് ആവർത്തിച്ചുന്നയിക്കുന്നത്. ഈ ആദ്യം പറഞ്ഞ ആ കാര്യങ്ങളൊരു തുടർച്ചയായി തന്നെയാണോ? അതിനെയും നിങ്ങൾ കാണുന്നത്? അതിന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ അല്പം മനുഷ്യത്വമെങ്കിലും വേണമല്ലോ. സ്വന്തം സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നതിന് പിറ്റേ ദിവസം അദ്ദേഹം അവിടെ പ്രചരണത്തിൽ നിന്ന് കോൺഗ്രസ് ചോദിക്കുന്നുവെങ്കിൽ ഒട്ടും മനുഷ്യത്വമില്ലാത്ത രൂപമായത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതല്ലേ. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവരെങ്ങോട്ടാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ നന്നായി തന്നെ പ്രവർത്തിക്കാൻ ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിപരമായിട്ടുള്ള ദുഃഖം അതിൻ്റെ സമയം കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തന രംഗത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ചില പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നേരത്തെ എനിക്കൊന്ന് മാധ്യമങ്ങളോട് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, തൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതും അവരെ ഒന്ന് ഉലയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത്തരം മനുഷ്യത്വരഹിതമായ ചോദ്യങ്ങൾ വരെ ഉന്നയിക്കുന്നത്.
ഈ കേരളത്തിനുപരി ഈ മതം ആദ്യം സഭയുമായി ബന്ധപ്പെട്ട സഭയുടെ സ്ഥാനാർത്ഥിയാണ്, ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായാണ് LDF സ്ഥാനാർത്ഥി നിന്ന്. ഇപ്പോഴും വരുമ്പോൾ ഈ മതം എന്ന ഇതിലേക്ക് കേന്ദ്രീകരിക്കുന്നതായി നിങ്ങൾക്കൊരു തോന്നൽ വരുന്നുണ്ടോ? അവർ ഏത് തരത്തിൽ പ്രചാരപരം നടത്തിയാലും ജനങ്ങൾക്കറിയാം. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും മുഴുവൻ ജനങ്ങളുടെയും ഒരു സ്വീകാര്യത ഈ ഗവൺമെൻറ്റിനുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത എല്ലാവരും ഉൾക്കൊള്ളുന്നുള്ളതാണ്. എല്ലാ മനുഷ്യരെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും ജാതിമത ചിന്തകൾക്കും അതീതമായി ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. അത് ഈ തെരഞ്ഞെടുപ്പിനും ആ ഉൾക്കൊള്ളൽ തന്നെയാണ് ഉള്ളത്. അതിനോടൊപ്പമാണ് ജനങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായും വലിയ പ്രചാരണങ്ങൾ, ദുഷ്പ്രചാരണങ്ങളാണ് UDF ക്യാമ്പിൽ നിന്നും ഉണ്ടാകുന്നത്. കൃത്യമായ അടുക്കും ചിട്ടയുമുള്ള പ്രചാരണമാണ് LDF ക്യാമ്പിൽ നടക്കുന്നത്. ഇത്തരത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഒഴിവാക്കുന്നതിനായാണ് ഇത്തരത്തിലുള്ള പ്രചാരണം UDF നേതാക്കൾ നടത്തുന്നത് എന്നാണ് P. രാജീവ് മന്ത്രി പറയുന്നത്. ശ്രീലങ്കയുടെ സാമ്പത്തിക ദുരവസ്ഥയ്ക്ക് സമാന രീതിയിലേക്ക് കേരളം നീങ്ങുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പരാജയത്തിന്റെ ഒരു വർഷമാണ് കടന്നുപോയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ വർഷം ഒരു വികസന അജണ്ടയും നടപ്പിലാക്കാനായില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഈ ഉപതെരഞ്ഞെടുപ്പിനിടെയാണ് സർക്കാരിന്റെ ഒന്നാം വാർഷികം വരുന്നത്. സ്വാഭാവികമായും സർക്കാരിന്റെ പ്രവർത്തനം ഇവിടെ വിലയിരുത്തപ്പെടും. പ്രതിപക്ഷം എങ്ങനെയാണ്? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒരു വർഷത്തെ പ്രവർത്തനം വിലയിരുത്തും. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ. കാരണം ഈ സർക്കാരിന്റെ ഒരു വർഷമായിട്ട് ഒന്നും പ്രവർത്തിച്ചില്ല, അവരെ ഒന്നും ചെയ്തതായി കണ്ടില്ല. ജനങ്ങൾ മുഴുവൻ നിരാശരാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാമ്പത്തിക തകർച്ച, ഇതെല്ലാമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം മറ്റൊരു ശ്രീലങ്കയായി മാറാൻ പോകുന്നു. അപ്പോൾ ഇതിനെതിരായി ജനങ്ങളുടെ വികാരം വളരെ ശക്തമാണ്. തൃക്കാക്കരയിൽ അത് പ്രതിഫലിക്കുന്നു. ഈ UDF വീണ്ടും ജാതി പറഞ്ഞ് ഇവിടെ LDF വോട്ട് പിടിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുകയാണ്. കൃത്യമായ തെളിവുകളുടെയും നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ആരോപണം? തീർച്ചയായിട്ടും നമുക്ക് ഫീൽഡ് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ജാതിയും മതവും മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ്. അതിനെതിരായി നമ്മൾ ഒറ്റക്കെട്ടായി നിലനിൽക്കും. തൃക്കാക്കരയിലെ ജനങ്ങളെ അങ്ങനെ കബളിപ്പിക്കാൻ CPM-ന് കഴിയില്ല. ഈ തൃക്കാക്കര ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെയാണ് KV തോമസിന്റെ പുതിയ രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ അദ്ദേഹം ആ കൺവെൻഷൻ വേദി വന്നതിന് അപ്പുറത്തേക്ക് പിന്നെ പ്രചരണ വേദിയിലൊന്നും വന്നിട്ടില്ല. അദ്ദേഹത്തെ ഇപ്പോൾ അവർ കൂട്ടിലിട്ടിരിക്കുകയാണ്. കൂട്ടിൽ നിന്ന് തത്തയ്ക്ക് പുറത്തോട്ട് പോകാൻ കഴിയുന്നില്ല. അതാണ് അവസ്ഥ. തൃക്കാക്കരയുടെ രാഷ്ട്രീയ രംഗത്ത് പഴയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം രംഗത്തുള്ളത്. എന്തായാലും ഉറച്ച വിജയപ്രതീക്ഷ തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നതും രമേശ് ചെന്നിത്തലയുടെ നിലപാട് പ്രഖ്യാപനവും അതുതന്നെയാണ്. നിതിൻ SAക്കൊപ്പം TG സജിത്, ന്യൂസ് 18. തീവ്രവാദ പ്രവർത്തനത്തിന് രേഖകൾ ചോർത്തിയെന്ന ആരോപണത്തിൽ പോലീസുകാർക്കെതിരെ ഉന്നതതല അന്വേഷണം വേണമെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പോലീസ് ആസ്ഥാനത്തിനാണ് റിപ്പോർട്ട് നൽകിയത്. മൂന്നാർ സ്റ്റേഷനിലെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിലവിൽ DYSP തലത്തിലാണ് അന്വേഷണം. അത്യന്തം ഗുരുതരമായ സംഭവത്തിലാണ് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പോലീസ് ആസ്ഥാനത്തിനാണ് റിപ്പോർട്ട് കൈമാറിയത്. തീവ്രവാദ ബന്ധമുള്ള സംഘടനകൾക്ക് പോലീസിന്റെ രഹസ്യരേഖകൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചോർത്തി നൽകിയെന്നാണ് കണ്ടെത്തൽ. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആരോപണ വിധേയർ. സംസ്ഥാന ഇന്റലിജൻസ് കണ്ടെത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി R. കറുപ്പസ്വാമി ജില്ലാതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെ ഈ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകൾ DYSP KR മനോജ് പിടിച്ചെടുത്തു. എന്നാൽ ഇപ്പോഴും ഇവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. തീവ്രവാദ സംഘടനകൾക്ക് പോലീസിൽ നിന്ന് സഹായം ലഭിക്കുന്നതായി നേരത്തെയും ആരോപണമുയർന്നിരുന്നു. വാഗമൺ സിമി ക്യാമ്പ് കേസിലും ഈ വിധത്തിൽ ആരോപണമുണ്ടായിരുന്നു. 6 മാസം മുൻപ് തൊടുപുഴ ഉടുമ്പന്നൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ തീവ്രവാദ സംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതായി കണ്ടെത്തി. അന്വേഷണത്തിനൊടുവിൽ ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കി. സമാന സംഭവം വീണ്ടും ഉണ്ടായതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കടുത്ത പ്രതിസന്ധിയിലാണ്. പിടിച്ചെടുത്ത ഫോണുകൾ സൈബർ സെൽ വിശദമായി പരിശോധിക്കുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. ന്യൂസ് 18 തിരുവനന്തപുരം. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ്. ഈ പോലീസുകാർ ഇതിലെങ്ങനെ ഇൻവോൾവ് ആയി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെയും ഇത്തരത്തിൽ പശ്ചാത്തലമുള്ള ആളുകളാണോ ഇത്? പോലീസ് സേനയെ ഒട്ടാകെ ഈ വിഷയം ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടോ? രാജ്യത്ത് അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ പോലീസിലെ വിവരങ്ങൾ ചോരുന്നത്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് ഇതാദ്യമായല്ല ഇത്തരത്തിൽ പോലീസിന്റെ സുപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകുന്നത്. ഇപ്പോൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. DYSP തലത്തിലെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിലും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം പോലീസ് ആസ്ഥാനത്തിന് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത് ഉന്നതതല അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളും ഈ സംഭവത്തെ അതീവ ഗൗരവമായി തന്നെയാണ്
കാണുന്നത്. സംസ്ഥാനത്തോട് വിശദാംശങ്ങൾ തേടി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായിരുന്നാലും നേരത്തെ തന്നെ തൊടുപുഴയിൽ ഇത്തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയ പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അധ്യാപകന്റെ കൈവെട്ടിയ കേസ് ഉൾപ്പെടെ നടന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയ്ക്ക് വലിയ വേരോട്ടമുള്ള സാന്നിധ്യമുള്ള പ്രദേശത്തെ പോലീസുകാർ നിരന്തരമായി ഇത്തരത്തിൽ വിവരങ്ങൾ, പ്രത്യേകിച്ച് മറ്റ് സംഘടനകളിലെ ആളുകൾ ഉൾപ്പെട്ട കേസുകൾ, അവരെ സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ശേഖരിക്കുന്ന വിവരങ്ങൾ, ഇതെല്ലാമാണ് നിരന്തരമായി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ചോർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവരുടെ ഫോണുകൾ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെയും ആരോപണ വിധേയരായ ഇത്തരമൊരു കണ്ടെത്തലിലേക്ക് രഹസ്യാന്വേഷണ വിഭാഗവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ എങ്ങനെ എത്തി? ഇത്തരത്തിൽ സംശയം എങ്ങനെയുണ്ടായി? ഈ പറഞ്ഞ 4 പോലീസുകാർ നേരത്തെ ഇത്തരം ആൾക്കാരുമായി ബന്ധപ്പെടുന്നവരാണോ? ഇവരുടെ മറ്റ് വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണ്? രഞ്ജിത്ത്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തു പോകുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ് ഈ ഡേറ്റ സെന്റർ മുഴുവൻ ഉൾപ്പെടുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് ആദ്യം ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുകയും പിന്നീട് ഇതേക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസുകാരുടെ തന്നെ വ്യക്തിവിവരങ്ങൾ സെൻകുമാർ മുൻ DGP ടെലിഫോൺ ലൈനിൽ. CTP സെൻകുമാർ, അതീവ ഗൗരവതരമായ ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എത്രത്തോളം കാര്യക്ഷമമല്ലാതെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഈ 4 പോലീസുകാർക്കെതിരെ അന്വേഷണം നടക്കുന്നു. പോലീസിൽ തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പോലീസിൽ ചിലര് ഇതുപോലെയുള്ള 5-ആം പത്തികളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെ അത് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണല്ലോ, അങ്ങനെ സംഭവം നടക്കുന്നു എന്നുള്ളത്. പക്ഷെ ആ സംഭവങ്ങൾ നടക്കാതിരിക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതാണ്. കാരണം ഇത്തരക്കാര് ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇങ്ങനെ ഈ സ്വഭാവമുള്ളവരെ കണ്ടുപിടിച്ച് അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവരെ നിരീക്ഷണത്തിലാക്കണം. അങ്ങനെ ആ നിരീക്ഷണം പബ്ലിക്കിന് മാത്രമല്ല, ഇന്റേണൽ ആയിട്ടൊരു നിരീക്ഷണം കൂടി ഉണ്ടാകുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാൻ സാധിക്കും. അത്തരത്തിൽ കാര്യക്ഷമമായ പരിശോധന അല്ലെങ്കിൽ നിരീക്ഷണം പോലീസ് സംവിധാനത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനി അത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പുതിയ സന്ദർഭങ്ങൾക്കനുസരിച്ച് പുതിയ നടപടികൾ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു നടപടിയാണ് സ്വന്തം ആൾക്കാരെ പോലും വാച്ച് ചെയ്യുക എന്നുള്ളത്. അത് കാര്യക്ഷമമായി ഇനിയെങ്കിലും വേണം, ഉന്നതതലത്തിൽ അതിനുള്ള നടപടികൾ വേണം എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. നന്ദി. ശ്രീ TP സെൻകുമാർ, മുൻ DGP കൂടിയായ TP സെൻകുമാറാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. BV വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇത്തരം പോലീസുകാർ, നേരത്തെ അദ്ദേഹം പറഞ്ഞ വാക്ക് 5-ആം പത്തികൾ എന്നുള്ളതാണ്. അത്തരത്തിൽ തന്നെയുള്ളവർ നിരവധിയായ ആളുകൾ ഒരുപക്ഷെ ഇനിയും പോലീസ് സേനയിൽ ഉണ്ടായേക്കാം. പക്ഷെ അവരെ നിരീക്ഷിക്കാനോ അത്തരം പോലീസുകാർ ലിസ്റ്റ് ഉണ്ടാക്കാനോ അത്തരം ആൾക്കാരെ ആ തരത്തിൽ കൈകാര്യം ചെയ്യാനോ ഒന്നുമുള്ള സംവിധാനം ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ മാത്രമാണല്ലോ ഒരുപക്ഷെ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെയൊന്നും പോലീസ് സേന ഇല്ല എന്നുള്ളത് ഗൗരവതരമായ കാര്യമല്ലേ? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസുകാർ തന്നെ നമ്മളോട് പറയുന്നത്, അതായത് ഈ അക്രമങ്ങൾ നടക്കുന്ന സമയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലും ഇത്തരത്തിൽ ഒരു വിഭാഗം പോലീസുകാർ, അതായത് ഈ തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന പോലീസുകാരെ സ്വാധീനിച്ചുകൊണ്ടാണ്. പോലീസുകാർ ഡ്യൂട്ടി മാറുന്ന സമയത്ത് വരുന്ന പോലീസുകാർ, അതായത് ഈ ഇവരോട് ആഭിമുഖ്യം പുലർത്തുന്ന പോലീസുകാർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്ന സമയം, അതോടൊപ്പം തന്നെ പോലീസിന്റെ സാന്നിധ്യം ഈ അക്രമം നടക്കുന്ന സ്ഥലത്തുണ്ടോ, അതായത് പട്രോളിംഗ് സംഘങ്ങൾ അവിടെ ഉണ്ടോ, ബൈക്കിൽ റോന്ത് ചുറ്റുന്ന പോലീസ് അവിടെ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഇവർക്ക് കൈമാറുക. അത് സാധാരണ നിലയ്ക്കുള്ള ഫോൺ കോൾ വഴിയായിരിക്കില്ല, മറ്റ് മാർഗങ്ങളിലൂടെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് വിവരങ്ങൾ കൈമാറുകയും അക്രമം പോലും ആസൂത്രണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഈ കൊലപാതകമോ അല്ലെങ്കിൽ ആക്രമണമോ കഴിഞ്ഞ ശേഷം ഇവർക്ക് വളരെ സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉൾപ്പെടെ ഇത്തരത്തിൽ വിവരങ്ങൾ ചോർത്തി നൽകുന്നതിലൂടെ ഈ പോലീസുകാർ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, വിരമിച്ച ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥരെ ഇവരുമായി കണക്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇവർക്ക് ബന്ധപ്പെടുത്തി കൊടുക്കുകയും ആ വഴിയിലൂടെ ആയുധ പരിശീലനം ഉൾപ്പെടെ നേടുന്നതിനാവശ്യമായ സാഹചര്യം ഉണ്ടാക്കുന്നു. തുടങ്ങിയ കാര്യങ്ങളാണ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന വിവരങ്ങൾ. ഈ തരത്തിലുള്ള വിവരങ്ങൾ ചോർത്തുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിട്ടുള്ളത് പല ഘട്ടങ്ങളിലായി. നേരത്തെ തൊടുപുഴയിൽ ഒരു പോലീസുകാരനെ സമാനമായ സംഭവത്തിന്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, പല ഘട്ടങ്ങളിലായി പലയിടങ്ങളിൽ ഇത്തരത്തിൽ വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ട്. ഇത് ഗൗരവമായി തന്നെയാണ്
സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും കാണുന്നത്. ഏതായിരുന്നാലും ഈ സംഭവത്തിൽ 4 പോലീസുകാരാണ് സംശയത്തിന്റെ നിഴലിലുള്ളത്. ഈ 4 പേരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെയും അത് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഇതിന്റെ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നത്. ഏതായിരുന്നാലും ഇതിൽ ആരൊക്കെയാണ് കുറ്റക്കാർ, ഏത് തരത്തിലുള്ള വീഴ്ചകളാണ് ഇവർ വരുത്തിയത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കുറ്റങ്ങളാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. തുടരുക. BJP വക്താവ് കൂടിയായ ശ്രീ സന്ദീപ് വചസ്പതി ടെലിഫോണിലുണ്ട്. സന്ദീപ്, ഈ വലിയ ഗൗരവതരമായ ഒരു കാര്യമാണ്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യവുമാണ്. 4 പോലീസുകാർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്, അന്വേഷണം നടക്കുന്നത്. ഇത് കാര്യമായി നമ്മുടെ പോലീസ് സേന കാണേണ്ട ഒന്നല്ലേ? അത്തരത്തിൽ ഒരു ഗൗരവ സ്വഭാവം ഇത്തരം വിഷയങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം സന്ദീപിനുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് ഇത് പോലീസിന് മാത്രമല്ല, കേരളത്തിന്റെ സാധാരണ ജനജീവിതത്തിന് മുഴുവൻ ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അതിന് സുരക്ഷ ഉറപ്പുവരുത്തും എന്ന് നാം പ്രതീക്ഷിക്കുന്ന സേനയാണ് പോലീസ്. ആ പോലീസിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്നെ തീവ്രവാദികൾ കടന്നു കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ നമ്മളൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ആരുടെ ജീവനും സ്വത്തിനും ആ സുരക്ഷ ഉള്ളത്? ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതീവ ഗുരുതരം എന്ന് പറയാൻ ആ വാക്ക് അതിന് പര്യാപ്തമാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇത് നേരത്തെ പോലീസ് ചീഫായിരുന്ന ഡോക്ടർ TP സെൻകുമാറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തെ ക്രൂശിക്കാനാണ് എല്ലാവരും ചേർന്ന് ശ്രമിച്ചത്. നമുക്കറിയാം, കേരളത്തിലെ പ്രമുഖമായ ഒരു മുസ്ലിം സംഘടന നടത്തുന്ന മാധ്യമത്തിന്റെ കവർ സ്റ്റോറി TP സെൻകുമാറിനെതിരെ പ്രസിദ്ധീകരിച്ച ഒരു സംഭവം പോലും നമുക്കറിയാം. പോലീസ് ആസ്ഥാനത്ത് നിന്ന് ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാരുടെ വിവരങ്ങൾ മത അടിസ്ഥാനത്തിൽ ചോർത്തുന്നു എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണം. പക്ഷേ അന്ന് ചൂണ്ടിക്കാണിച്ചത് പോലീസ് ആസ്ഥാനത്ത് തന്നെ തീവ്രവാദ ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. പച്ചവെളിച്ചം എന്ന പേരിൽ അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. എന്ത് നടപടിയാ കേരള പോലീസ് സ്വീകരിച്ചത്? അതിനുശേഷം ആ വാട്സപ്പ് ഗ്രൂപ്പ് പിരിച്ചുവിട്ടു എന്ന് പോലീസ് പറയുമ്പോൾ വീണ്ടും അതേ പേരിൽ തന്നെ പച്ചവെളിച്ചം 1 എന്ന പേരിൽ വീണ്ടും അതേ വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായും വാർത്തകൾ പുറത്തു വന്നല്ലോ. എന്ത് നടപടി സ്വീകരിച്ചു? സംസ്ഥാനത്തെ BJP RSS നേതാക്കന്മാരുടെ പേഴ്സണൽ വിവരങ്ങൾ മത തീവ്രവാദ സംഘടനയായ ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തിക്കൊടുത്തു എന്ന ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥനെ എന്ത് നടപടിയാ സ്വീകരിച്ചത്? തൊടുപുഴയിൽ നിന്നല്ലേ അത്തരമൊരു സംഭവം ഉണ്ടായത്? അപ്പൊ കേരളത്തിന്റെ പൊതുജീവിതത്തെ മത തീവ്രവാദികൾ കൈയടക്കിയിരിക്കുന്നു. അതിന് എല്ലാവിധ ഒത്താശയും ഇവിടെ മതത്തിന്റെ പേരിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ വസ്തുത. ഇവിടെ പിണറായി വിജയൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊക്കെ നാം കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ അനുഭവവേദ്യമായിരിക്കുകയാണ്. കേരള പോലീസിന്റെ ചേർന്ന് ഇപ്പോൾ മുൻ DYSP മുൻ SP കൂടിയായ ശ്രീ സുഭാഷ് ബാബു ടെലിഫോൺ ലൈനിൽ. സുഭാഷ് ബാബു, ഇത് നേരത്തെ ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പോലീസിൽ തന്നെ ഇത്തരം വിവരങ്ങൾ ചോർത്ത് നൽകുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ അതിന് കുറച്ചുകൂടി ഗൗരവ സ്വഭാവം കൈവന്നിരിക്കുകയാണ്. കാരണം ഉന്നതതല അന്വേഷണം വരുന്നു, രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് കൊടുക്കുന്നു, പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നു, ഇവരെ നിരീക്ഷണത്തിലാക്കുന്നു. ഇത്രത്തോളം കരുതൽ മതിയോ നമ്മുടെ പോലീസ് സേനയ്ക്ക്? അല്ല, പണ്ട് ഈ ഇതേമാതിരിയുള്ള പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും മറ്റും കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ചും പോലീസ് വിഭാഗത്തിൽ പൊതുവെ അങ്ങനെ രാജ്യദ്രോഹപരമായ പ്രവർത്തനം ചെയ്യുന്നത് ആൾക്കാരെ പണ്ട് പോലീസിലെടുക്കില്ലായിരുന്നു. അങ്ങനെ ആളുകളെ വെരിഫിക്കേഷന് തള്ളി പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടെന്ന് മാത്രമേ നോക്കുള്ളൂ. ബാക്കിയുള്ളവരെ എല്ലാവരും സമൂലമായിട്ട് കൂട്ടത്തോടെ ഈ ആടിനെ നയിക്കുന്ന മാതിരി എല്ലാത്തിനെയും കൂടെ തള്ളി വന്നിട്ട് പോലീസിലേക്ക് കയറ്റുമാണ്. അതിന് ശരിക്കുള്ള പ്രോപ്പർ സ്ക്രീനിങ് ഇല്ല. ഇത് രാജ്യസുരക്ഷയും പൊതുജന സുരക്ഷയും പൊതുജന സമാധാനത്തിനെയൊക്കെ ആശ്രയിച്ച് പ്രവർത്തിക്കേണ്ട, നിഷ്പക്ഷമതികളായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമാണ് പോലീസ് എന്ന് പറയുന്നത്. അതിനകത്ത് രാഷ്ട്രീയം വന്നു, മതം വന്നു, തീവ്രവാദം വന്നു, ഇതൊക്കെ വന്നിട്ട് എല്ലാം കൂടെ കൂട്ടിക്കലങ്ങി ഇന്നിപ്പോ ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു സംവിധാനമായിട്ട് ഈ പോലീസ് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതേമാതിരിയുള്ള വിവരങ്ങൾ പോലീസിനകത്തെ സംബന്ധിച്ചിടത്തോളം അത് പുറത്തു പോകാൻ പാടില്ലാത്ത വിവരങ്ങളാണ് എന്ന് അവർക്കും അറിയാം, പോലീസ് ഡിപ്പാർട്ട്മെന്റും അറിയാം. അവരെ ശരിയായ രീതിയിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ
സാധിക്കുന്ന രീതിയിലുള്ള വ്യക്തികളെ അല്ലെ അതിന്റെ അഭിരുചിയുള്ള വ്യക്തികളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാതിരിക്കാനുള്ള താല്പര്യമെങ്കിലും പോലീസ് കാണിക്കണമല്ലോ. അത് കാണിക്കുന്നില്ല. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പല വിവരങ്ങളും പൊതുജനങ്ങളിൽ നിന്നാണ് കിട്ടേണ്ടത്. പോലീസ് രഹസ്യവിവരം സമ്പാദിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സ്വയംഭൂവായിട്ടൊന്നും കിട്ടില്ലല്ലോ. അത് മറ്റ് പൊതുജനങ്ങളിൽ നിന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവം വരുന്നതോടുകൂടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് ബോധപൂർവം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. കാരണം ഇങ്ങനെയുള്ള ചോർത്തലുകൾ ഉണ്ടായാൽ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ ഭയരഹിതരായിട്ട് ഈ വിവരം പോലീസിന് നൽകാൻ ധൈര്യപ്പെടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരും ഏത് സോഴ്സിൽ നിന്നാണ് ഈ റിപ്പോർട്ട് വന്നതെന്നൊക്കെ അവരറിയാൻ പറ്റുന്നതാണ്. പൊതുജനങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കും. അവർ പോലീസിന് രഹസ്യവിവരം പോലും കിട്ടാൻ സാധിക്കാത്ത ഒരു സംവിധാനത്തിലേക്കാണ് ഇതേമാതിരിയുള്ള ചോർത്തലുകൾ വരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇത് പോലീസിന്റെ പ്രവൃത്തിയും സുരക്ഷിതത്വത്തെയും അതുപോലെ തന്നെ നമ്മുടെ സമാധാനത്തെയും തീവ്രവാദത്തിനെയും സഹായിക്കുന്നത് മറ്റ് രീതിയിലുള്ള സുരക്ഷിതത്വം തുരങ്കം വെക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ്. ഇത് സംബന്ധിച്ച് ഇത് വളരെ ഗൗരവമായിട്ട് എടുത്തതിന് ശേഷം നല്ല സ്ക്രീനിങ്, വെരിഫിക്കേഷന്, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അവർ ബന്ധപ്പെടുന്ന വ്യക്തികള്, അവരുടെ പൂർവിക പശ്ചാത്തലം ഇതൊക്കെ കൃത്യമായി അന്വേഷിച്ച ഒരു സംവിധാനത്തിലല്ലെങ്കിൽ ഇത് കൈവിട്ട രീതിയിലാണ്. ഇനിയിപ്പോ പിടിക്കാൻ കിട്ടും കാണുമെങ്കിൽ ഇതിന് പരിപൂർണമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് കുറച്ചു നാളായി നടന്നിട്ട്, കാരണം എനിക്കെന്ന് പറയാൻ ഞാൻ ഈ തീവ്രവാദം ഒരുപാട് അന്വേഷിച്ച് അന്നൊന്നും ഒരാളും ഇത് അന്വേഷിക്കാൻ തയ്യാറാവാത്ത ഒരുപാട് അന്വേഷിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഫയലുകൾ പോലും കൊടുത്ത റിപ്പോർട്ടുകളും രേഖകളും കാണാതെ റിട്ടയർ ചെയ്തതിനു ശേഷം എന്നെ അന്വേഷിച്ചു ഇവിടെ എന്റെ വീട്ടിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കേരള പോലീസാണ്. അപ്പൊ എനിക്ക് ഇവരെ പറ്റിയിട്ട് എന്താണുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാമല്ലോ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതീക്ഷയിൽ നശിക്കപ്പെട്ട ഒരു സംവിധാനമായിട്ട് മാറ്റരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. നന്ദി ശ്രീ സുഭാഷ് ബാബു താങ്കളുടെ പ്രതികരണത്തിന്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമായ ബജരംഗദൾ സംഘടിപ്പിക്കുന്ന ഇരുചക്ര വാഹന റാലിയും പോപ്പുലർ ഫ്രണ്ട് ജനമഹാസമ്മേളനത്തിന്റെ ഭാഗമായ വോളണ്ടിയർ മാർച്ചും ഇന്ന് ആലപ്പുഴയിൽ. രാവിലെ 10 മണിക്കാണ് ബജരംഗദളിന്റെ റാലി. വൈകിട്ട് 4:30ക്കാണ് കല്ലുപാളത്തിൽ നിന്ന് ബീച്ചിലേക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ മാർച്ചും ബഹുജന റാലി നടക്കുന്നത്. ഒരു സമയത്താണ് ഇരു സംഘടനകളും നേരത്തെ പ്രകടനങ്ങൾ നിശ്ചയിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് 2 സമയം നിശ്ചയിച്ചു നൽകുകയായിരുന്നു. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകും. ശരണ്യ, ആലപ്പുഴയിലെ കൊലപാതകങ്ങളുടെ പശ്ചാത്തലമുണ്ട്, പോലീസിന്റെ വലിയ സുരക്ഷയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് പൊതുവെയുള്ള സാഹചര്യം? എത്രത്തോളം ജാഗ്രതയിലാണ് പോലീസ് സംവിധാനം അവിടെ? അതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതാത് സ്ഥലത്ത് ബൈക്കുകൾ വെച്ച് അവിടെ തന്നെ പ്രവർത്തകർ നിൽക്കേണ്ടതാണ്. വിവിധയിടങ്ങളിലുള്ള പോലീസ് സേനയെ ഇവിടെ ആലപ്പുഴ ജില്ലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയ്ക്ക് പുറമെ കോട്ടയം, എറണാകുളം, ഇടുക്കി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ജില്ലകളിൽ നിന്നുള്ള പോലീസിനെ കൂടെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ SDV ഗ്രൗണ്ടിലാണ്. ഇവിടെയാണ് ബജരംഗദളിന്റെ ഇപ്പോൾ യുവജന റാലിക്ക് വേണ്ടിയുള്ള ആളുകൾ കേന്ദ്രീകരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇരുചക്ര വാഹനങ്ങളിലെത്തി ആണ് ഇവിടെ ആലപ്പുഴ നഗരത്തിൽ നിന്നും, അതായത് തോണ്ടൻകുളങ്ങരയിൽ നിന്നും റാലി 10 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇത് ആരംഭിച്ച് മണ്ണഞ്ചേരിയിൽ നിന്ന് തിരിച്ച് മടങ്ങിയെത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമാണ് ബജരംഗദൾ. അവരും ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെയും റൂട്ട് മാർച്ചും ഇന്ന് ആലപ്പുഴയിൽ നടക്കുന്നു എന്നുള്ളതാണ്. വൈകിട്ട് 4:30 പോപ്പുലർ ഫ്രണ്ടിന്റെ റൂട്ട് മാർച്ചുമുണ്ട്. ഈ 2 പരിപാടികൾക്കും ആദ്യഘട്ടത്തിൽ പോലീസ് നടത്താനുള്ള അനുവാദം നൽകിയിരുന്നില്ല. പിന്നീട് ചിലർ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നിന്നുള്ള ചിലർ കോടതിയടക്കം സമീപിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആണ് ഈ കാര്യത്തിനകത്ത് പോലീസ് ഒരു തീരുമാനമെടുക്കുകയും ഒരേ സമയം പരിപാടി എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് 2 സമയങ്ങളിലായി ഇവർക്ക് 2 കൂട്ടർക്കും പ്രകടനം നടത്തുന്നതിനും അതുപോലെ തന്നെ പരിപാടികൾ നടത്തുന്നതിനുമായി സമയം അനുവദിക്കുകയായിരുന്നു. എന്തായാലും വലിയ പോലീസ് വിന്യാസം തന്നെയാണ് ആലപ്പുഴ നഗരത്തിനുള്ളിലുള്ളത്. ആലപ്പുഴ നഗരത്തിന്റെ പ്രധാന ഭാഗം, അതായത് ഹൃദയഭാഗത്തു കൂടിയാണ് ഈ റാലി കടന്നു പോകുന്നത്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെയും കടകൾക്കൊക്കെ നിയന്ത്രണമുണ്ട്. ഇന്ന് ഉച്ചവരെ ഈ റാലി കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ കടകളൊക്കെ അടയ്ക്കണം എന്നുള്ള നിർദ്ദേശം ഇന്നലെ വൈകിട്ട് തന്നെ പോലീസ് നൽകിയിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ റാലി ആരംഭിക്കും. വൈകിട്ട് 4:30 പോപ്പുലർ ഫ്രണ്ടിന്റെ റൂട്ട് മാർച്ച്. ശരി, ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേള. ബലാത്സംഗ കേസിൽ നടൻ വിജയ് ബാബുവിനെ കണ്ടെത്താൻ വിദേശ എംബസികളുടെ സഹായം തേടി പോലീസ്. എംബസികളുടെ സഹായത്തോടെ വിജയ് ബാബുവിന്റെ യാത്രാവിവരങ്ങൾ പരിശോധിക്കും. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. തിങ്കളാഴ്ചയാണ് വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ വിജയ് ബാബു ജോർജിയ, അതേത് ജോർജിയ ആണെന്ന കാര്യത്തിൽ കൃത്യതയില്ല. ജോർജിയ എന്ന സ്ഥലത്തേക്ക് കടന്നു. അമേരിക്കയിലെ ജോർജിയാണോ പഴയ USSRന്റെ ഭാഗമായ ജോർജിയ ആണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പോലീസിന്റെ ഇടപെടൽ നീക്കങ്ങൾ ഇപ്പോൾ ഏത് തലത്തിലാണ് ഇയാളെ തിരികെ എത്തിക്കാൻ? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് രാജ്യത്തേക്ക് എന്നത് സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം, അതല്ലെങ്കിൽ ഒരു കൃത്യതയിലേക്ക് എത്താൻ പോലീസിനെ
കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് എംബസികളുടെ അടക്കം ഒരു സഹായത്തിലേക്ക് നീങ്ങുന്നത്. കാരണം കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഏത് ജോർജിയാണ്, ഏത് രാജ്യത്തേക്കാണ് കടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത തേടുകയാണ് ഇതിന്റെ ഒരു ആദ്യ നടപടി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇയാളുടെ ഒരു യാത്രാ രേഖ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ, അതോടൊപ്പം ഇയാൾ US കടക്കാൻ അദ്ദേഹത്തിന്റെ ഒരു അടുത്ത ബന്ധു അവിടെയുണ്ട്. അപ്പോൾ US പോകാനുള്ള വിസ അടക്കം അദ്ദേഹം കൈവശമാക്കിയിരുന്നു. അതുകൊണ്ട് ഇത് കൂടുതൽ സാധ്യത അതിന് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിവരങ്ങൾ കൂടി കൃത്യമായി ക്രോഡീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എംബസികളുടെ സഹായം തേടിയിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അതിനു മുൻപായി നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം വിജയകരമാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിലും റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുവാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ എല്ലാം തന്നെ ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുകയാണ്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഇയാൾക്ക് ലഭിച്ച നിയമോപദേശം ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരുന്നത് വരെ ഇവിടെ നിന്ന് മാറി നിൽക്കുവാൻ അടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഗൾഫിലുണ്ടായിരുന്നത്. തുടർന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. ഇയാളുടെ പാസ്പോർട്ട് റദ്ദാക്കിയതിനു ശേഷമാണ് പോലീസ് മറ്റ് നടപടികൾ കടുപ്പിക്കുന്ന രീതിയിലേക്ക് പോലീസ് മാറുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ എംബസികളുടെ സഹായത്തോടുകൂടിയുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. KSRTCയിൽ ശമ്പള വിതരണം ഇന്ന് പൂർത്തിയാക്കും. ഇന്നലെ മുതൽ ശമ്പളം നൽകി തുടങ്ങിയിരുന്നു. 20 കോടി ധനവകുപ്പ് അധികമായി അനുവദിച്ചത് ഇന്ന് KSRTCയുടെ അക്കൗണ്ടിലെത്തും. ഇന്ന് ശമ്പളം പൂർണ്ണമായും നൽകാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ശമ്പളം നൽകി തുടങ്ങിയെങ്കിലും ഇന്ന് BMS നിശ്ചയിച്ച പ്രതിഷേധത്തിൽ മാറ്റമില്ല. BMSന്റെ നേതൃത്വത്തിൽ KSRTC ജീവനക്കാരും കുടുംബാംഗങ്ങളും മന്ത്രിമന്ദിരങ്ങളിലേക്ക് പട്ടിണി മാർച്ച് നടത്തും. ജില്ലാടിസ്ഥാനത്തിൽ മന്ത്രിയുടെ വീട്ടിലേക്കാകും മാർച്ച്. ആരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സിൽവർ ലൈൻ പദ്ധതി ഉണ്ടാകില്ലെന്ന് മന്ത്രി MV ഗോവിന്ദൻ. ഇതേ ചൊല്ലി വെല്ലുവിളികൾ ഉണ്ടാകേണ്ട കാര്യമില്ല. എല്ലാവർക്കും ആവശ്യമുള്ള തരത്തിലാകും വികസന നിലപാടുകളെന്നും മന്ത്രി വ്യക്തമാക്കി. മനുഷ്യനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിൽവർ ലൈനും കേരളയിലും ഉണ്ടാവില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് കേരളയിൽ ഉണ്ടാവില്ല. ഒരാളെയും പ്രയാസപ്പെടുത്തിയിട്ട് കേരളയിലില്ല. DPRനെ പറ്റിയാണ് പിന്നെ ചർച്ച മുഴുവൻ. തൃക്കാക്കര വന്നിട്ട് വെല്ലുവിളിച്ചു. ഞാൻ തൃക്കാക്കര പോയപ്പോൾ എന്നോട് പറഞ്ഞു സഖാക്കൾ, അല്ല ഇവിടെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തൃക്കാക്കര വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള വികസന നിലപാടുകൾ സ്വീകരിച്ചു പോകാം. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെറീഫിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ നാവികസേനയിലെ വിദഗ്ധർ ചാലിയാറിൽ അല്പസമയത്തിനകം പരിശോധന നടത്തും. ചാലിയാറിന്റെ എടവണ്ണ ഭാഗത്താണ് പരിശോധന. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ പരിശോധനയിലൂടെ ഒരുപക്ഷെ അത് ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു അന്വേഷണ വഴി. അതെങ്ങനെയാണ്, എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് എടവണ്ണ സീതി ഹാജി പാലത്തിലാണ്. ഈ പാലത്തിൽ നിന്നാണ് ചാലിയാറിലേക്ക് പ്രതികൾ മൃതദേഹാവശിഷ്ടങ്ങൾ കളഞ്ഞത് എന്നാണ് മൊഴിയുള്ളത്. ഇത് കണ്ടെത്താനുള്ള പോലീസിൻ്റെ വലിയ ഒരു പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 1.5 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കൊലപാതക വിവരവും തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ പുറത്തറിയുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ എടുത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ തെളിവെടുപ്പ് നടന്നിരുന്നു. തെളിവെടുപ്പിനൊപ്പം തന്നെ ERFിൻ്റെയും അതുപോലെ തന്നെ അഗ്നിശമന സേനയുടെയും മുങ്ങൽ വിദഗ്ധരൊക്കെ പുഴയിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിപ്പോൾ നേവിയുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തുകയാണ്. അതായത് തെളിവ് കണ്ടെത്താനുള്ള ലഭ്യമായ അവസാനത്തെ വഴിയും പോലീസ് ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നേവിയുടെ വിദഗ്ധർ ഇന്നലെ രാത്രി തന്നെ നിലമ്പൂരിലെത്തിയിട്ടുണ്ട്. 10:30 ശേഷമായിരിക്കും അവർ ഇവിടേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ഒടുവിലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. മുങ്ങൽ വിദഗ്ധർക്ക് പുറമെ മറ്റേതെങ്കിലും ആധുനിക സംവിധാനങ്ങളും ഈ ഒരു ഉദ്യമത്തിൽ ഉപയോഗിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെല്ലാമാണെന്നുള്ളത് നേവിയുടെ സംഘം വന്നെത്തിയതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ്. പുഴയിലാണെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിന് മഴയുള്ള സമയത്ത് സാഹചര്യമല്ല, അല്പം അപകടരഹിതമായൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ 10:30 ശേഷം നേവിയുടെ വിദഗ്ധർ ഇവിടേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. പക്ഷേ 1.5 വർഷത്തിന് ശേഷം ചാലിയാർ പോലെ ഒരു പുഴയിൽ അത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നൊരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ലഭ്യമായ എല്ലാ വഴികളും ഉപയോഗിക്കുകയാണ് ഈ കേസിൻ്റെ ഭാഗമായിട്ട്. രഞ്ജിത്ത്, CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഷഹാനയുടെ മരണത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിനായി ഭർത്താവ് സജാദിനെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണെന്നാണ് നിഗമനമെങ്കിലും കൊലപാതകമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. രാസപരിശോധനാ ഫലം അടുത്ത ദിവസം ലഭിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി.
ഷഹാനയുടെ മരണം ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിഗമനമെങ്കിലും എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം അടുത്ത ദിവസം ലഭിക്കും. വിശദമായ ചോദ്യം ചെയ്യലിനായി സജാദിനെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. ലഹരി മാഫിയ കണ്ണിയായ സജാദ് ഓൺലൈൻ ഭക്ഷണ വിതരണത്തിനിടെ ലഹരി വിൽപ്പന നടത്തിയിരുന്നെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ കൂടുതൽ ബന്ധങ്ങളും ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. ഷഹാനയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. മരണം നടന്ന രാത്രി ഫ്ളാറ്റിൽ മറ്റാരെങ്കിലും എത്തിയിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് സജാദിനെ അറസ്റ്റ് ചെയ്തത്. സജാദിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് മുട്ടിക്കുളങ്ങരയിൽ പോലീസുകാർ വൈദ്യുതക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച കേസിൽ പ്രതി സുരേഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. മുട്ടിക്കുളങ്ങര KAP ക്യാമ്പിലെ ഹവിൽദാർമാരായ മോഹൻദാസ്, അശോകൻ എന്നിവരാണ് കാട്ടുപന്നിക്കായി വെച്ച വൈദ്യുതിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത്. ഇന്നലെ പ്രതിയെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തിരുന്നു. സുരേഷിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഷോക്കേറ്റ് മരിച്ച സ്ഥലത്തു നിന്നും 600 മീറ്റർ ദൂരെ കൊയ്ത്തു കഴിഞ്ഞ പാടത്താണ് സുരേഷ് മൃതദേഹങ്ങൾ കൊണ്ടിട്ടത്. ഇടവേള. കൊട്ടിയൂരിൽ വൈശാഖോത്സവം. ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജക ദാക്ഷായണീ മനോരഞ്ജക നിന്ദയ ദാക്ഷിണ്യപൂർണമീ യജ്ഞഭൂമി. കണ്ണൂരിലെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഇളനീർ വെയ്പ്പ് ഇന്ന് നടക്കും. തിരുവോണം ആരാധന ദിനമായ ഇന്ന് സന്ധ്യയ്ക്ക് പാലമൃത അഭിഷേകം കഴിഞ്ഞാണ് ഇളനീർ വെയ്പ്പ് ചടങ്ങുകൾ ആരംഭിക്കുക. ഇളനീർ കാവുകളുമായി വിവിധ മഠങ്ങളിൽ നിന്നും സംഘങ്ങൾ കൊട്ടിയൂരിലെത്തും. 41 ദിവസത്തെ വ്രതത്തിന് ശേഷമാണ് ഇളനീർ കാവ് സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചത്. നാളെ മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിന് മേൽ അഭിഷേകം ചെയ്യും. രേവതി ആരാധന ഈ മാസം 26 നടക്കും. 31-നാണ് രോഹിണി ആരാധന. കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ നിർണായകമായ ഏറ്റുമാനൂർ ചിങ്ങവനം പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകുന്നു. പുതുതായി നിർമ്മിച്ച പാതയിൽ മറ്റന്നാൾ സുരക്ഷാ പരിശോധന നടക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ സിഗ്നൽ സംവിധാനങ്ങൾ പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കും. ഏറെ സങ്കീർണമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ചിങ്ങവനം ഏറ്റുമാനൂർ മേഖലയിലെ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകുന്നത്. ബാംഗ്ലൂരിൽ നിന്നും റെയിൽവേ സുരക്ഷാ കമ്മീഷനെത്തി മറ്റന്നാൾ പരിശോധന നടത്തും. മോട്ടോർ ട്രോളിയിലാണ് ഉദ്യോഗസ്ഥർ ആദ്യം സഞ്ചരിക്കുക. തുടർന്ന് ഒരു ബോഗി ഘടിപ്പിച്ച ഇലക്ട്രിക് എഞ്ചിൻ ഉപയോഗിച്ച് പരീക്ഷണം നടത്തും. 120 കിലോമീറ്റർ വേഗത്തിലാണ് പുതിയ പാതയിൽ കൂടി പരീക്ഷണം. സുരക്ഷാ പരിശോധന വിജയകരമായി പൂർത്തിയായാൽ സിഗ്നൽ സംവിധാനങ്ങൾ അന്തിമമായി സജ്ജമാക്കും. 5 ദിവസത്തിനുള്ളിൽ ഈ പണി പൂർത്തിയാക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടുന്നത്. പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകുന്നതോടെ റെയിൽവേ വികസനത്തിൽ അത് നിർണായക നാഴികക്കല്ലാണ്. ഇരട്ടപ്പാത ഉണ്ടാകുന്നതോടെ കൂടുതൽ സർവീസുകൾക്കും സാധ്യതയേറെയാണ്. ന്യൂസ് 18 കോട്ടയം.